ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഗസ്റ്റ് നമ്മളെ ചിഞ്ചിനറിയാലോ. കനി ചിഞ്ചും കൂടി ഇന്നലെ തുടങ്ങിയതാ. ഒരു ചലഞ്ച് വീഡിയോ ചെയ്യും. നമ്മളെ കയ്യിൽ ചലഞ്ച് ചെയ്യാൻ മാത്രം ഒന്നുമില്ല, എന്നാലും ചെറിയൊരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ എന്താണ് ഇന്ന് എന്തിനാ ഞങ്ങൾ വന്ന് അപ്പോൾ വിജയിക്കണ ആൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് ചിലപ്പോൾ ഈ വീഡിയോയിൽ കിട്ടൂല, അടുത്ത വീഡിയോയിലാവും. അപ്പോൾ എന്തായാലും ഇവരെ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ചലഞ്ചാണ്, എങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സെറ്റാണോ? കനിൻ്റെ മുഖം എന്താ ഒരു ഭാഗത്ത് കോടിയെ പോലെ. കനി സെറ്റല്ലേ? എനിക്ക് സൗണ്ട് ചെയ്യല്ലോ, അല്ലെങ്കിൽ നല്ല സൗണ്ട് ഉണ്ടാവില്ലോ. എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് സൗണ്ട് കുറവാണ്. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. സെറ്റ് ഉറക്ക പറയ്, നിങ്ങൾ പോരാ. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ചലഞ്ചിക്ക് പോവാണ് കേട്ടാ. ഫസ്റ്റ് എന്താ വെച്ചാൽ ഈ ഒരു കയറ്, ഇതൊരു കയറല്ല, ഇതെന്താ പറയുക, നൂല്. ഒരു ഓർമ്മക്കിൻ്റെ താത്തെടുത്ത് വെച്ചത്, അവിടെ നിന്ന് എടുത്തുവിടുന്നതാണ്. അപ്പം അതുകൊണ്ടൊരു ചലഞ്ച് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അത് ആരാണോ ഫസ്റ്റ് നല്ലത് ചെയ്യണേ അവർക്കൊരു പോയിന്റ്. മനസ്സിലായോ? ആണ് പറയണേ, ഞാൻ പറഞ്ഞ പോലെ. നിങ്ങൾ ആക്റ്റീവ്, നിങ്ങൾക്ക് തീരെ സൗണ്ട് ചെയ്യല്ലോ. അടുത്ത വീഡിയോ മുതൽ വിളിക്കൂല നിങ്ങളെ. അപ്പോൾ നിങ്ങൾ ആക്റ്റീവ് ആണോ. ഇതേപോലെ ചെയ്തിട്ട് സെൻറ്ററിൽ കൈ കൊണ്ടുവരും, എന്നിട്ട് അത് അവിടെ കൊടുങ്ങും. അതിന് ശേഷം വീണ്ടും അതേപോലെ ചെയ്തിട്ട് കൈ ആയിരുന്നു എടുക്കണം. അതാണ് കേട്ടോ സംഭവം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചിഞ്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇതാണ് കേട്ടോ ഗെയിം. ഇതേപോലെ ചെയ്യണം. എന്നിട്ട് ആളതിൻ്റെ അടിയിൽ കൂടെ കൈ എടുക്കണം. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ അപ്പോൾ ചിഞ്ചി ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലെ കാച്ചം വന്നില്ല. രണ്ടാളും കേട്ടാ. ഫസ്റ്റ് ഇതിൽ രണ്ടാക്കും അവനക്ക് ചിഞ്ചിന് അതേ ടൈം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഗുഡ് ലൈക്ക്. ഫസ്റ്റ് ഇത് ജയിച്ചു. ഇനി ഞാനൊരു അക്ഷരം പറയും. ആ അക്ഷരം വെച്ചിട്ട് പാട്ട് പാടണം. 1 മിനിറ്റാണ് നിങ്ങൾക്ക് സമയം. ആ മിനിറ്റ് ഫുള്ള് പാടണം. സ്റ്റാർട്ട് പറഞ്ഞാൽ പാടി തുടങ്ങണം. കുറച്ച് അറിയില്ലെങ്കിൽ എന്നല്ല, 1 മിനിറ്റ് പാടണം. 1 മിനിറ്റ് പാടാനുള്ള പാട്ട് പാടിയാൽ മതി. ഞാൻ സ്റ്റാർട്ട് പറയും, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഓക്കെ, സെറ്റല്ലേ? കനി അടിഞ്ഞാ ആ വെച്ചിട്ട് പാട്. സ്റ്റോപ്പ്. അപ്പോൾ ഒരാളെ മനസ്സിലായി കഴിഞ്ഞാൽ ഫുള്ള് തെറ്റാണ് ഗൈസ് പാടിയത്. നീ കനി ഇവിടെ നിൽക്ക്, കനിയുടെ ടൈം ഞാൻ സ്റ്റാർട്ട് പറഞ്ഞ അപ്പം പാടണം. സ്റ്റാർട്ട്. പഠിക്കോ ഓർക്കെ. ഞാനൊരു മൂളിപ്പാട്ട് പാടും. അപ്പോൾ അത് നിങ്ങൾ ഏതാന്ന് പറയണം. ചിഞ്ചു ആണ് ഫസ്റ്റ് ഇട്ടാ. ഞാൻ മൂളിപ്പാട്ട് പാടാൻ പോവാണേ. ഒരു തവണ ഞാൻ പാടുള്ളൂ, അത് നിങ്ങൾ 30 സെക്കൻഡിനുള്ളിൽ പാടണം. ഞാൻ മൂളിപ്പാട്ട് പാടാൻ പോവാണേ. ഓക്കെ, സ്റ്റാർട്ട്. 30 സെക്കൻഡ് മുണ്ടരാ. ആലോചിച്ചെടുക്ക്. ഇത്രയും പൊട്ടത്തെ അവർ ടൈം കഴിഞ്ഞ് ഒരു വട്ടം പാടുള്ളൂ. ഇതാണ് ചലഞ്ച്. സ്റ്റോപ്പ്. കഴിഞ്ഞ്. പാട്ടൊന്ന് പാടിക്കൊടുത്താ തന്നെ. അയ്യ, അതല്ല ഞാൻ പാടിയ പാട്ട് അഴകുള്ള ഫാത്തിമ. അതറിയോ? എനിക്കറിയോ? അപ്പൊ രണ്ടാളും തോറ്റു. ഗുഡ് ബോയ്, എനിക്ക് ജയിച്ചു. കനി ജയിച്ചു. ചിഞ്ചു തോറ്റു. അപ്പൊ ചിഞ്ചുക്ക് 2 പോയിന്റ്, കനിക്ക് 3 പോയിന്റ്. അപ്പൊ ഇനി അടുത്ത എന്താ അറിയോ? ഇപ്പൊ 3 ചാൻസ് അല്ല ആയിട്ടുള്ളൂ. 4-മത്തേത് ഞാനൊരു കാര്യങ്ങളോട് പറയും.
അത് നിങ്ങൾ തെറ്റാതെ 5 പ്രാവശ്യം പറയണം, അല്ലെങ്കിൽ 3 പ്രാവശ്യം മതി. ഇല്ല, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഞാൻ ഒരു വട്ടം പറഞ്ഞുതരാം. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. അപ്പോൾ റെഡി? 1 സ്പീഡ് പറയണം. അല്ല, 3 പ്രാവശ്യം പറയും. നോക്കട്ടെ, 3 പ്രാവശ്യം പറയണം. ഉറക്ക പറയണം. 3 പ്രാവശ്യം പറയും. സ്പീഡ് കൂട്ടണം. 3 തട്ടം. അങ്ങനെയാണ് ഗെയിം, അല്ലെങ്കിൽ പിന്നെ എന്നെ ഞാൻ വിളിക്കൂല. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഗോ. ഒന്ന് സ്പീഡ് നിർത്തരുത്. സ്പീഡ് പറയും. ഓക്കെ. തത്ത തത്ത തത്തമ്മ പച്ച. വേം പറയാം എന്നെ ടൈം. മോളെ ഇവിടെ ജയിക്കാം. ഒന്നുകൂടി പറയും. വേം പറയും. ചത്ത തത്ത പത്ത. ഒന്നുകൂടി പറയും. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. അപ്പൊ ഇതില് ഞാൻ കനിക്ക് മാർക്ക് കൊടുക്കാം. എന്നാ ഒന്നുകൂടി. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത പച്ച. കഴിഞ്ഞില്ലേ? അപ്പൊ ഇതില് നമ്മളെ കനിയാണ് ജയിച്ചിട്ടുള്ളത്. കനിക്ക് 4. അവസാന ഗെയിം എന്താ പറഞ്ഞാല് റഫ്ഖാൻ താത്തനെ പറ്റിയിട്ട്, ഈ റഫ്ഖാനെ പറ്റിയിട്ട് ഞാൻ എന്നോട് പറഞ്ഞ കാര്യം കേൾക്ക്. റഫ്ഖാനെ പറ്റിയിട്ട് 5 നല്ല കാര്യം പറയണം. ഓക്കെ. ആ ആ നല്ല മോനെ. ഇനി ഒന്നും കൂടി പറയാണ്ട്. റഫ്ഖാൻ താത്തക്ക് വേറെ ആരും ഇല്ലേ? റഫ്ഖാൻ താത്ത. ആ ഗുഡ് ബോയ്. ഇനി ചിഞ്ചു കമോൺ. ഞാൻ 5 പറയും. നല്ല സ്വഭാവം. പിന്നെ ചില ടൈമില് മുസ്ലിം കളിച്ചാൽ ചെറുതായിട്ട് ചൂടാവും. ഓക്കെ. പിന്നെ എന്തെങ്കിലും പറഞ്ഞാല് അത് സാധിച്ചു. മത്സരത്തിൽ ജയിച്ച 4 പോയിന്റ് അല്ലെങ്കിൽ 5 പോയിന്റോടെ 4 പോയിന്റ് അല്ല എനിക്ക്? അല്ല, എനിക്ക് 2 പോയിന്റ് ഉണ്ട്. ഓനിക്ക് 2. ഓനൊന്ന് തെറ്റിച്ചിട്ടില്ല. ഇത് 3 തെറ്റിച്ച്. അപ്പോൾ ഓനിക്ക് 5 പോയിന്റ് ഉണ്ട്. അപ്പോൾ 5 പോയിന്റോടെ കനി 1ാം സ്ഥാനത്ത്. എന്തോ എടുക്കാൻ പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തായിരിക്കും എടുക്കുക? അറിയില്ല. മുട്ടായി തല ഫ്രെയിം നമ്മക്കറിയില്ല. അറിയില്ല ഞാൻ പറയണേ. അപ്പം കൊണ്ടുവരുമ്പോഴും അറിയാം. അപ്പം ഞാൻ തോറ്റില്ല. എനിക്ക് ഫുള്ള് കുടുക്കില്ല. എന്നിട്ട് ഓൺലി ഫുൾ വീസിലാണ് പറ്റും. ഞാനാ മറ്റേ പാട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. മ്യൂസിക് കേട്ട് അന്നേരം അറിയാത് പറയാതെ അറിയാത്ത പോലെ കാട്ടിക്കൊടുത്ത എന്താ ബുദ്ധി കിട്ടും. ചില ടൈം ബുദ്ധി ഉണ്ടാവില്ല. ബുദ്ധിയാണ് എൻ്റെ തലക്കാ ബുദ്ധിയാത്ത. എൻ്റെ തലയിൽ മൊത്തം പേപ്പറല്ലേ. പേപ്പർ അത് തലയില്ലേ? പേപ്പറല്ലേ തലയിൽ? പേപ്പർ വട്ട് കാശ്വര് കളിച്ച കള്ളക്കളിയാണെന്ന് ഞാൻ പറയണേ. ചെറുതായിട്ട് കളിക്കുന്നുണ്ട് കള്ളക്കളിയാണെന്ന്. അപ്പോൾ ഗായ്സ് അപ്പോൾ റഫ്ഖാനത്തെ സമ്മാനമായിട്ട് വന്നിട്ടുണ്ട്. രണ്ടാളോ ഇങ്ങോട്ട് നോക്കിയിട്ട് വീഡിയോ ഒക്കെ നോക്കിയിട്ട് പിന്നെ ഫ്രണ്ടിൽ കയറിക്ക്. ഓക്കെ. അപ്പോൾ എന്താ നോക്കാം. എനിക്കൊരു പ്രതീക്ഷയല്ല. അപ്പോൾ കൊടുക്കാൻ പോട്ടെ. പെട്ടെന്നായതുകൊണ്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യണം. ഓക്കെ. നമ്മക്കറിയാം. അവൻ്റെ അനിയത്തിൻ്റെ ഫോട്ടോ ആണ്. ഇതാ അനിയത്തിൻ്റെ ഫോട്ടോ. എങ്ങനെയുണ്ട്? കാണാൻ ഇഷ്ടമായ? ഉമ്മക്ക് ഉണ്ടായിരിക്കും വേഗം. പറ എന്താ ഗിഫ്റ്റ് കിട്ടിയോണ്ട് എന്താ എന്നോട് പറയാനുള്ളത്? പറയും. അപ്പൊ നമുക്ക് അടുത്ത ചലഞ്ച് മുതൽ വേറെ സാധനങ്ങൾ കൊണ്ടുവരട്ടാ. ഇനിയിപ്പോ നിങ്ങള് നല്ലതിൽ ഉറക്കം സംസാരിച്ച് നല്ല ആക്റ്റീവായി നിൽക്കുമ്പോൾ മാത്രമേ ഞാൻ ഇനി പലതും കൊണ്ടുവരുള്ളൂ. മനസ്സിലായി? സന്തോഷമായില്ല? അപ്പൊ എല്ലാവർക്കും ഒറ്റപ്പെട്ട് പറയും. സബ്സ്ക്രൈബ് ചെയ്യാൻ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.